ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവംശ ശ്രീരൂപം സാന്ദ്രജാതം സകലവിഘ്നാധാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാഞ്ജലഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി നാമിനേ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമതായ നഗരഗ്രാമകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. കൃഷ്ണ മാതാജി മ്യൂട്ട് ആയിപ്പോയി മാതാജി. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांताराधुस्तुते तप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശിഷ്ടാദാഗോവിന്ദ റിസ്പോണ്ട് വെക്കുന്നുണ്ട്. ഷോൺ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം ഗുരവോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. മദേക ബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്വഹാദന മന്നിഷ്ട മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം की जय. श्री प्रभुपाद की जय. പ്രധാനന്ദേ ഹരി ഹരി ബോൾ. ശ്രീമദ് ഭാഗവതം की जय. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 7 ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. ശ്ലോകം 46. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വൃജിനം നാർഹതി പ്രാപ്തും പൂജ്യം വന്ദ്യമഭിക്ഷ്ണശഃ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം പ്രാപ്തും പൂജ്യം വന്ദ്യമഭിക്ഷ്ണശഃ. ഹരേ കൃഷ്ണ. ധർമ്മതത്വങ്ങളെ കുറിച്ച് ബോധവാനായ ഒരുവൻ
മഹാഭാഗ്യവാനായ ഭവദ്ഭിഹി അങ്ങയാൽ ഗൗരവം പ്രകീർത്തിക്കപ്പെട്ടു. കുലം വംശം വൃജിനം വേദനാജനകമായ ഒന്ന് ഇല്ല അർഹിക്കുന്നു പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പൂജ്യം അർച്ചനീയമായ വന്ദ്യം ആദരണീയമായ അഭിക്ഷ്ണശഃ നിരന്തരമായി വർത്തനം ഭാവാർത്ഥം ഭക്തി വേദാന്ത സമിഷ്ട പ്രഭുവാദിച്ചേ ധാർമ്മിക തത്വങ്ങൾ അറിയുന്ന അല്ലയോ മഹാഭാഗ, സർവദാ പൂജനീയരും ആദരണീയരുമായ പ്രതാപശാലികളായ കുടുംബാംഗങ്ങൾക്ക് സന്താപ ഹേതുവാകുന്നത് അങ്ങേക്ക് ശോഭനമല്ല. അപ്പോ ഇവിടെ സന്ദർഭം അർജുനൻ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി, അല്ലെ ഒരു മൃഗത്തെ എന്ന പോലെ പിടിച്ചു കെട്ടി ദ്രൗപദിയുടെ മുന്നിൽ കൊണ്ടുവന്നു. അതായത് തന്റെ 5 മക്കളെയും കൊന്നു കളഞ്ഞിട്ടുള്ള അശ്വത്ഥാമാവിനെയാണ് ദ്രൗപദിയുടെ മുമ്പിൽ എത്തിച്ചതെങ്കിലും ദ്രൗപദി തന്റെ ആ ഒരു എന്താ പറയുക ഒരു സ്ത്രീ സഹജമായിട്ടുള്ള ഒരു വിനയാന്വിതയും അല്ലെ സദ്ഗുണ സമ്പന്നയും ഒക്കെ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആയിരുന്നു ദ്രൗപദി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ദ്രൗപദി അദ്ദേഹത്തെ ഒരു ബ്രാഹ്മണനായിട്ടും അതുപോലെ ഗുരുവായിട്ടും ഒക്കെയാണ് കണ്ടത്. അപ്പൊ ഗുരുവിന്റെ അസാന്നിധ്യത്തിൽ, അതായത് ദ്രോണാചാര്യർ ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞു യുദ്ധത്തിൽ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് താങ്ങായിട്ടുള്ളത്, ഭാര്യ സതി അനുഷ്ഠിച്ചിട്ടില്ല, അപ്പൊ അവർക്ക് ഈ ഒരു മകനെ ആവശ്യമുണ്ട്. അതുപോലെ ഗുരുവിന്റെ സ്ഥാനത്താണ് ഇപ്പോ അശ്വത്ഥാമാവ് ഉള്ളത്, ഗുരുവിനെ പോലെ ആദരിക്കണം എന്നൊക്കെ ഓരോരോ ന്യായങ്ങൾ, അതായത് ഒരു അഭിപ്രായം വരികയാണ് എല്ലാവരുടെ മുന്നിൽ എന്ത് ചെയ്യണം. നമ്മുടെയൊക്കെ ഒരു പൊതു ശത്രുവാണിത് അല്ലെ. ആ ശത്രുവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ എല്ലാവരോടും ആരായുന്നത്. അപ്പൊ അവിടെ ദ്രൗപദിയുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും എന്താ പറയുന്നത് ദ്രൗപദി അർജുനനോട്? ധാർമ്മിക തത്വങ്ങൾ അറിയുന്ന അല്ലയോ മഹാഭാഗ, അത് അർജുനനെയാണ് വിളിക്കുന്നത്. എല്ലാ ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളും അറിയുന്നവനാണ് അർജുനൻ. സർവദാ പൂജനീയരും ആദരണീയരുമായ പ്രതാപശാലികളായ കുടുംബാംഗങ്ങൾക്ക് സന്താപ ഹേതുവാകുന്നത് അങ്ങേക്ക് ശോഭനമല്ല. അപ്പോ പ്രതാപശാലിയായ ഒരാളായിരുന്നു ആര്? ദ്രോണാചാര്യർ അല്ലെ, അദ്ദേഹത്തിന്റെ കുടുംബം. അപ്പൊ അത്രയും എന്താ പറയുക ഉന്നതമായിട്ടുള്ള കുടുംബമാണ്. അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾക്ക് സന്താപ ഹേതുവാകുന്നത്, അതായത് വിഷമം വരുത്തി വെക്കുന്നത് നമുക്ക് ശോഭനമായിട്ടുള്ള കാര്യമല്ല, നമുക്കൊരു നല്ല കാര്യമല്ല എന്ന് ആരുടെ അഭിപ്രായം പറയുന്നു? ദ്രൗപദി അഭിപ്രായം പറയുന്നു. അവർക്കും ഭക്തി വേദാന്ത സമിഷ്ട പ്രഭുപാദിച്ചേ ഒരു ആദരണീയമായ കുലത്തിന് അല്പമായ നിന്ദ പോലും സന്താപം ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. ആകയാൽ പൂജനീയരായ കുടുംബത്തിലെ അംഗങ്ങളുമായുള്ള ഇടപാടിൽ ഒരു സംസ്കാര സമ്പന്നനായ വ്യക്തി സദാ ശ്രദ്ധാലു ആയിരിക്കേണ്ടതാണ്. അപ്പോ ഉന്നത കുലത്തിലുള്ളവർക്ക് ഒരു ചെറിയ നിന്ദ പോലും വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഇൻടോളറബിൾ ആയിരിക്കും അല്ലെ, അവർക്കത് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെയുള്ള കുടുംബത്തില് ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഡീൽ ചെയ്യാൻ. നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് അല്ലെ. നമ്മൾ അത്തരത്തിലുള്ള പൂജനീയരായ കുടുംബത്തിലെ അംഗങ്ങളുമായുള്ള ഇടപാടിൽ ഒരു സംസ്കാര സമ്പന്നനായ വ്യക്തി സദാ ശ്രദ്ധാലു ആയിരിക്കേണ്ടതാണ് എന്നിവിടെ പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. മാരുതീതസ്യ ജനനീ ഗൗതമീ പതിദേവതാ യഥാഹം മൃതവത്സാരോദിമ്യശ്രുമുഖി മുഹുഹു. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. മാരോദീതസ്യ ജനനീ ഗൗതമീ പതിദേവതാ യഥാഹം മൃതവത്സാരോദിമ്യശ്രുമുഖി മാ അരുത് രോദീത് കരയിപ്പിക്കുക അസ്യ ഇദ്ദേഹത്തിന്റെ ജനനി ജനയിത്രി ഗൗതമി ദ്രോണപത്നി പതിദേവത പതിവ്രത യഥാ അതുപോലെ അഹം ഞാൻ മൃതവത്സ പുത്രൻ മരിച്ച ഒരുവൾ ആർത്ത ദുഃഖിതായി രോദിമി വിലപിക്കുന്നു അശ്രുമുഖി അശ്രുനയനങ്ങളോടെ മുഹുഹു നിരന്തരമായി. വിവർത്തനം ഭാവാർത്ഥം ഭക്തി വേദാന്ത സമിഷ്ട പ്രഭുപാദിച്ചേ. അല്ലയോ പ്രഭോ, എന്നെ പോലെ ദ്രോണപത്നിയും വിലപിക്കുവാൻ ഇടയാക്കരുത്. എന്റെ പുത്രരുടെ മൃത്യുവിൽ ഞാൻ ദുഃഖാർത്ഥയാണ്. എന്നെ പോലെ അവരും സദാ വിലപിക്കേണ്ടതില്ല. അപ്പോ ഒരു നല്ല ഒരു സ്ത്രീരത്നം തന്നെയായിരുന്നു ദ്രൗപദി അല്ലെ. അപ്പൊ ദ്രൗപദി എന്താ പറയുന്നത്? ഞാൻ 5 മക്കളും നഷ്ടപ്പെട്ട ഞാൻ വളരെ വേദനിക്കുന്നുണ്ട്. എന്റെ മക്കളുടെ നഷ്ടം വേദന എനിക്ക് എത്രത്താണ്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുപോലെ ഒരിക്കലും ദ്രോണന്റെ പത്നിയായിട്ടുള്ള ഗൗതമി എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ, ദ്രോണപത്നി വിലപിക്കാൻ ഇടയാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോ എനിക്കുള്ള അനുഭവം അവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് അർജുനനോട് ദ്രൗപദി പറയുന്നത്. ഭാവാർത്ഥം ഭക്തി വേദാന്ത സമിഷ്ട പ്രഭുപാദിച്ചേ.
സഹാനുഭൂതിയുള്ള സദ്ഗുണവതിയായ സ്ത്രീയാകയാൽ മാതൃസഹജമായ വികാരത്താലും ദ്രോണപത്നി അലങ്കരിക്കുന്ന ആദരണീയമായ പദവിയെയും മാനിച്ച് സന്താനരഹിതമായ തന്റെ അതേ അവസ്ഥയിൽ ദ്രോണപത്നിയെയും പ്രതിഷ്ഠിക്കാൻ ശ്രീമതി ദ്രൗപദി ആഗ്രഹിച്ചില്ല. അപ്പോ അത്രയും സദ്ഗുണ സമ്പന്നയായതുകൊണ്ടാണ് ദ്രൗപദി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ യൈകോപിതം ബ്രഹ്മകുലം രാജന്യൈരചിതാത്മഭിഃ തത്കുലം പ്രദഹത്യാശു സാനുബന്ധം ശുചാർപ്പിതം. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ൈകോപിതം ബ്രഹ്മകുലം രാജന്യൈരചിതാത്മഭിഃ ബന്ധം ശുചാർപ്പിതം. സ്വാനുബന്ധം ശുചാർപ്പിതം. ഹരേ കൃഷ്ണ. എല്ലാവരും ചൊല്ലി മഹാരാജ് ചൊല്ലി കൊടുക്കണേന് പേരില്. ആരാൽ കോപിതം പ്രകോപിതരായ ബ്രഹ്മകുലം ബ്രാഹ്മണവർഗം രാജന്യൈഹി അധികാരവർഗത്താൽ അചിത അനിയന്ത്രിതമായ ആത്മഭിഹി സ്വയം ഒരുവനാൽ തത് ആ കുലം വംശം പ്രദഹതി ദഹിക്കുന്നു ആശു ഒട്ടും താമസിയാതെ സ അനുബന്ധം കുടുംബാംഗങ്ങളോടൊപ്പം ശുച അർപ്പിതം ദുഃഖത്തിൽ തള്ളപ്പെടുന്നു. വർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് ജി. ഇന്ദ്രിയ നിയന്ത്രണം നഷ്ടപ്പെട്ട രാജകീയ അധികാര വർഗം ബ്രാഹ്മണ വർഗത്തോട് അപരാധം ചെയ്യുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്താൽ അവരുടെ ക്രോധാഗ്നി സമ്പൂർണ്ണ രാജകീയ കുലത്തെയും ദഹിപ്പിക്കുകയും അവരേവർക്കും കൊടിയ വിഷാദം വരുത്തുകയും ചെയ്യുന്നു. അപ്പൊ അടുത്ത ഒരു കാരണം കൂടി പറയാണ്. എന്താണ് പറയുന്നത്? രാജാക്കന്മാര് അവർക്ക് അധികാരം ഉണ്ടല്ലേ, അധികാരമുള്ള രാജകീയ കുടുംബത്തിലുള്ളവര് ബ്രാഹ്മണ വർഗത്തോട് തെറ്റ് ചെയ്താൽ അപരാധം ചെയ്താല് അത് അവരെ പ്രകോപിപ്പിക്കുകയും അവരുടെ ക്രോധാഗ്നി സമ്പൂർണ്ണ രാജകീയ കുലത്തെയും ദഹിപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് അവരോട് നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് കോപിക്കാൻ സാധിക്കും. അത് എങ്ങനെ എഫക്ട് ചെയ്യും? നമ്മുടെ കുടുംബം മുഴുവൻ ദഹിപ്പിക്കും. അതുപോലെ എല്ലാവർക്കും വിഷാദം വരുത്തുകയും ചെയ്യും എന്ന് പറയുന്നു ദ്രൗപദി. അപ്പോ ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണല്ലേ. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ദോഷം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അർജുനനെ ദ്രൗപദി. ഭാവാർത്ഥമേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് ജി. അധികാരം കൈയാളുന്ന രാജകീയ വർഗം, വാണിജ്യ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, തൊഴിലാളികൾ എന്നിങ്ങനെ താഴ്ന്ന വർഗത്തിലുള്ളവർ ബ്രാഹ്മണരെയും അഥവാ ആത്മീയ പുരോഗതി ആർജിച്ചവരെയും കുലാംഗങ്ങളെയും സദാ ഉന്നതമായ ആദരണീയ സ്ഥാനത്തിൽ കണ്ടിരുന്നു. അപ്പോ ബ്രാഹ്മണർക്ക് ഒരു ഉന്നത സ്ഥാനം ആര് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ എല്ലാവരും അല്ലെ. ഏതൊക്കെ വർഗങ്ങളാണ് ഇവിടെ പറയുന്നത്? രാജകീയ വർഗം, വാണിജ്യ ഇടപാടുകൾ അതായത് വൈശ്യർ, പിന്നെ തൊഴിലാളികൾ അതായത് ശൂദ്രർ, ഇങ്ങനെയുള്ള എല്ലാവരും ബ്രാഹ്മണരെ ടോപ്പിലാണ് നിർത്തിയിട്ടുള്ളത്. അവരോട് ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് അവരെപ്പോഴും ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം സമം മഹത് രാജാ ധർമ്മസുതോ രാജ്ഞാഃ പ്രത്യനന്ദത്വചോദ്വിജാഃ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം സമം മഹത് രാജാ ധർമ്മസുതോ രാജ്ഞാഃ പ്രത്യനന്ദത്വചോദ്വിജാഃ. ഹരേ കൃഷ്ണ. സൂത ഉവാച. സൂത ഗോസ്വാമി അരുളി ചെയ്തു. ധർമ്മ്യം ധർമ്മതത്വങ്ങൾ അനുസരിച്ച്, ന്യായം സകരുണം കരുണാസമ്പൂർണമായി, നിർവ്യളീകം ധർമ്മത്തിൽ കാപട്യമില്ലാതെ, സമം സമത മഹത് ശ്രേയസ്കരമായ, രാജാവ്, ധർമ്മസുത ധർമ്മപുത്രൻ, രാജ്ഞിയാൽ പ്രത്യനന്ദ പിന്താങ്ങി, വചഃ പ്രസ്താവനകൾ, ദ്വിജാഹ അല്ലയോ ബ്രാഹ്മണരെ. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് ജി. സൂത ഗോസ്വാമി അരുളി ചെയ്തു. അല്ലയോ ബ്രാഹ്മണരെ, ധർമ്മതത്വങ്ങൾക്ക് അനുസൃതമായവയും
ന്യായയുക്തവും മഹാത്മ്യമുള്ളതും ദയാപൂരിതവും സമത്വമുള്ളതും കാപട്യമില്ലാത്തതുമായ രാജ്ഞിയുടെ പ്രസ്താവനകളെ മഹാരാജാവ് യുധിഷ്ഠിരൻ പൂർണ്ണമായും പിന്താങ്ങി. അപ്പോ ഇവിടെ രാജ്ഞി ഇത്രയും പറഞ്ഞു നിർത്തി അല്ലെ. ഇപ്പൊ സൂതഗോസ്വാമി ശൗനകാദി മഹർഷിമാരുടെ അടുത്ത് പറയാണ്, അല്ലയോ ബ്രാഹ്മണരെ, ധർമ്മതത്വങ്ങൾക്ക് അനുസൃതമായതും, അതായത് ദ്രൗപദി ഓരോരോ കാര്യകാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത് അല്ലെ. അദ്ദേഹം ബ്രാഹ്മണനാണ്, ഗുരുതുല്യനാണ്, ഗുരുവിന്റെ അസാന്നിധ്യത്തില് ദ്രോണപത്നിക്ക് ഒരു സഹായം അത് ഈ അശ്വത്ഥാമാവാണ്. കാരണം അവർ സതി അനുഷ്ഠിച്ചിട്ടില്ല അല്ലെ, അവരെ സംരക്ഷിക്കാൻ ഒരു പുത്രൻ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ പാടില്ല. പിന്നെ എന്ത് പറഞ്ഞു, നമ്മള് ബ്രാഹ്മണരെ ഒരിക്കലും ഈ രാജകീയ അധികാരവർഗം ഉള്ളവരെ ഒരിക്കലും അവരെ ഡോമിനേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും വരുത്തരുത്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ കുലം മുഴുവനും അതിനെ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഞാനും ഒരു അമ്മയാണ്, എനിക്കറിയാം ഒരു മക്കള് നഷ്ടപ്പെട്ട ഒരു വേദന എനിക്കറിയാം. അതുപോലെ ദ്രോണപത്നി വിഷമിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ട് അവനെ കൊല്ലരുത്. ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ കേട്ടു അല്ലെ. അല്ലയോ ബ്രാഹ്മണരെ, ധർമ്മതത്വങ്ങൾക്ക് അനുസൃതമായവയും ന്യായയുക്തവും മഹാത്മ്യമുള്ളതും ദയാപൂരിതവും സമത്വമുള്ളതും കാപട്യമില്ലാത്തതുമായ രാജ്ഞിയുടെ. അപ്പോ ദ്രൗപദിയുടെ സംബോധന ചെയ്യാൻ ദ്രൗപദിയുടെ ക്വാളിറ്റിയാണ് ഈ എടുത്ത് പറയുന്നത്. എന്താണ്? ധർമ്മതത്വങ്ങൾക്ക് അനുസൃതമായവയായിരുന്നു ദ്രൗപദിയുടെ സ്റ്റേറ്റ്മെന്റ്, അതായത് അശ്വത്ഥാമാവിനെ കൊല്ലരുത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. പിന്നെ ന്യായം ഉണ്ടായിരുന്നു, മഹാത്മ്യം ഉണ്ടായിരുന്നു, ദയ ഉണ്ട് ദ്രൗപദിക്ക്, സമത്വമുള്ളതും കാപട്യമില്ലാത്തതും ആയ രാജ്ഞിയുടെ പ്രസ്താവനകളെ മഹാരാജാവ് യുധിഷ്ഠിരൻ പൂർണ്ണമായും പിന്താങ്ങി. അപ്പോ മഹാരാജാവ് ദ്രൗപദിയോടൊപ്പം നിന്നു, അതായത് അശ്വത്ഥാമാവിനെ കൊല്ലണ്ട എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വന്നു യുധിഷ്ഠിരൻ. ധർമ്മരാജാവിന്റെ അഥവാ യമരാജാവിന്റെ പുത്രനായ മഹാരാജാവ് യുധിഷ്ഠിരൻ അശ്വത്ഥാമാവിനെ മോചിപ്പിക്കണം എന്ന് രാജ്ഞി ദ്രൗപദി അർജുനനോട് ആവശ്യപ്പെട്ടതിനെ പൂർണ്ണമായും പിന്തുണച്ചു. ഒരു ശ്രേഷ്ഠ കുലത്തിലെ അംഗത്തിന്റെ അപമാനം ഒരുവൻ സഹിക്കരുത്. അർജുനൻ ദ്രോണരിൽ നിന്നും ധനുർവിദ്യ അഭ്യസിച്ചതിനാൽ ദ്രോണാചാര്യരുടെ കുടുംബത്തോട് അർജുനനും അദ്ദേഹത്തിന്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. അത്തരം ഔദാര്യപൂർണമായ കുടുംബത്തോട് നന്ദികേട് കാട്ടുകയാണെങ്കിൽ അത് ഒരിക്കലും ശിഷ്ടാചാരപരമായി ന്യായീകരിക്കത്തക്കതല്ല. മഹാത്മാവായ ദ്രോണാചാര്യരുടെ അർദ്ധാംഗനയായ ദ്രോണപത്നി അനുകമ്പാപൂർവം ഉപചരിക്കേണ്ടതാണ്. പുത്രന്റെ മൃത്യു എന്ന സന്താപത്തിൽ അവരെ ഒരിക്കലും തള്ളുകയും അരുത്. ഇവിടെ എന്താ പറയുന്നത്? മഹാരാജാവ് യുധിഷ്ഠിരൻ ആരുടെ പുത്രനാണ്? യമരാജാവിന്റെ പുത്രനാണ് അല്ലെ. അദ്ദേഹം എന്താണ്, യമരാജാവ് എങ്ങനെയാണ് നമുക്ക് നിയമം ശിക്ഷ വിധിക്കുന്നത്? അണുകിട വ്യതിചലിക്കാതെ അല്ലെ, ഒരു തരി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം നീതി നടപ്പാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള യമരാജാവിന്റെ പുത്രനാണ് ആര്? യുധിഷ്ഠിരൻ. അപ്പൊ അദ്ദേഹം രാജ്ഞിയുടെ എന്താണോ ആവശ്യപ്പെട്ടത് അത് ശരിയാണ് എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോ ശ്രേഷ്ഠ കുലത്തിലെ അംഗത്തിലെ അപമാനം അവർക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അതുപോലെ ദ്രോണാചാര്യരിൽ നിന്നും ആയോധന കല അഭ്യസിച്ചിട്ടുണ്ട് അർജുനൻ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പത്നിക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ പത്നിയെ സ്വന്തം അമ്മയെ പോലെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അർജുനൻ മാത്രമല്ല, അർജുനന്റെ കുടുംബാംഗങ്ങളും കൂടി അതിന് കടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരിക്കലും അവരോട് നന്ദികേട് കാണിക്കാൻ പാടില്ല. പിന്നെ ദ്രോണപത്നി, അവർക്ക് വേറെ ആരുമില്ല, ഇനി ഒരു മകൻ മാത്രമേ ഉള്ളൂ അല്ലെ, അതുകൊണ്ട് അവരോടും നമ്മൾ അനുകമ്പ കാണിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പുത്രന്റെ മൃത്യു എന്ന സന്താപത്തിൽ അവരെ ഒരിക്കലും തള്ളുകയും അരുത്, അതാണ് അനുകമ്പ. പൂർണ്ണ ജ്ഞാനത്തോടെ മാത്രമേ നടപടികൾ എടുക്കാവൂ. ആകയാൽ ദ്രൗപദിയുടെ ഇത്തരം പ്രസ്താവനകൾ കാപട്യരഹിതമാണ്. അവളുടെ സ്വ അനുഭവത്തിൽ നിന്നും സംസാരിക്കുന്നതാകയാൽ ഇവിടെ സമഭാവനയുണ്ട്. ഒരു മാതാവിന്റെ ദുഃഖം ഒരു വന്ധ്യയ്ക്ക് മനസ്സിലാവുകയില്ല. ദ്രൗപദി സ്വയം ഒരു മാതാവാകയാൽ കൃപയുടെ സന്താപത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടാകും എന്ന ദ്രൗപദിയുടെ മുന്നാലോചന പൂർണ്ണമായും യുക്തമാണ്. ഇപ്പൊ ദ്രൗപദിയും ഒരു അമ്മയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ പോലെ അവരും വേദനിക്കാൻ ഇടവരുതെന്ന് അല്ലെ. അപ്പൊ വളരെ കൃത്യമായിട്ടാണ് ദ്രൗപദി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ശ്രേഷ്ഠ കുടുംബത്തോട് യഥോചിതമായ ആദരവ് പ്രകടിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കാൻ ഇത് യശസ്കരവുമാകുന്നു. അതായത് ദ്രോണാചാര്യരുടെ കുടുംബം എന്നുള്ളൊരു യശസ് ഉണ്ട് അവർക്ക് അല്ലെ. ആ ഒരു യശസ് നമ്മള് കീപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കുടുംബത്തോട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ദ്രൗപദിയുടെ സ്റ്റേറ്റ്മെന്റ്. ഓം നമോ ഭഗവതേ വാസുദേവായ. നകുലഃ സഹദേവശ്ച യുയുധാനോ ധനഞ്ജയഃ ഭഗവാൻ ദേവകീ പുത്രോ യേ ചാന്യേയാശ്ച യോഷിതഃ
എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നകുലഃ സഹ ദേവശ്ച യുയുധാനോ ധനഞ്ജയഃ. യുധാനോ ധനഞ്ജയഃ. ഭഗവാൻ ദേവകീ പുത്രോ യേ ചാന്യേയാശ്ച യോഷിതഃ. നകുലഃ നകുലൻ സഹദേവൻ ച യുയുധാനഃ സാത്വികി ധനഞ്ജയഃ അർജുനൻ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ദേവകീ പുത്രഃ ദേവകീ സുതൻ ശ്രീകൃഷ്ണ ഭഗവാൻ യേ ആരെല്ലാം ച അന്യേ മറ്റുള്ളവർ യാഹ ആരെല്ലാം ച യോഷിതഃ സ്ത്രീജനങ്ങൾ. വർത്തനം ഭാവാർത്ഥം എത്തി ഭക്തി വേദാന്ത സ്വാമിശ്രീ പ്രഭുപാദിക്ക് നകുലനും സഹദേവനും രാജാവിന്റെ ഇളയ ഭ്രാതാക്കൾ സാത്വികിയും അർജുനനും ദേവകീ നന്ദനായ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനും സ്ത്രീജനങ്ങളും മറ്റുള്ളവരും എല്ലാം രാജാവിനോട് ഐകകണ്ഠ്യേന യോജിച്ചു. ഇവിടെ നമുക്ക് വളരെ എന്താ പറയാ ചിരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ വെച്ചാ ഭഗവാൻ ഇത് ഈ രാജാവിന്റെ അഭിപ്രായത്തോട് ഐകകണ്ഠ്യേന യോജിച്ചു. രാജാവിന്റെ അഭിപ്രായം എന്താണ്? ദ്രൗപദി പറഞ്ഞു അശ്വത്ഥാമാവിനെ കൊല്ലാണ്ട് വെറുതെ വിടാൻ, അല്ലെ? അത് തന്നെയാണ് ആരും അംഗീകരിച്ചത്? യുധിഷ്ഠിര മഹാരാജാവും അംഗീകരിച്ചത്. ഇപ്പോ നകുലനും സഹദേവനും സാത്വികിയും അതുപോലെ ദേവകീ നന്ദനായ ഭഗവാനും സ്ത്രീജനങ്ങളും എല്ലാവരും ഈ രാജാവിന്റെ അഭിപ്രായത്തോട് ഐകകണ്ഠ്യേന യോജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അശ്വത്ഥാമാവിനെ വെറുതെ വിടണം. പക്ഷെ കുറച്ചു മുമ്പേ എന്താണ് ഭഗവാൻ പറഞ്ഞത്? അവൻ ബ്രാഹ്മണനല്ല, ബ്രഹ്മബന്ധു മാത്രാണ്. അവൻ തെറ്റ് ചെയ്തിട്ടുള്ളവനാണ്. അവന് നിന്റെ കുടുംബത്തോട് തെറ്റ് ചെയ്തു. അവന്റെ യജമാനൻ പോലും തൃപ്തിയാകാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് അവൻ വധാർഹനാണ് എന്നാണ് പറഞ്ഞത്, അല്ലെ? നീ അവനെ വധിക്കൂ അർജുന. നീ പ്രോമിസ് ചെയ്തതാണ് ദ്രൗപദിക്ക്, അവനെ വധിച്ച് ഞാൻ കൊണ്ടുവരാം, ബോഡി കൊണ്ടുവരാമെന്ന് നീ പ്രോമിസ് ചെയ്തതാണ്. അതുകൊണ്ട് അവനെ വധിക്കൂ അർജുന എന്നാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത്. ഇപ്പോ നേരെ തിരിഞ്ഞു ദ്രൗപദിയുടെ ഭാഗത്ത് യോജിച്ചു, ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? പറഞ്ഞപ്പോ അപ്പൊ നമുക്ക് നോക്കാം, വരുന്ന ശ്ലോകങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് അതൊക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രാഹാമർഷിദോ ഭീമഃ തസ്യ ശ്രേയാൻവത സ്മൃതഃ ന ഭർത്തുർനാത്മനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രാഹാമർഷിദോ ഭീമഃ തസ്യ ശ്രേയാൻവത സ്മൃതഃ ന ഭർത്തുർനാത്മനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. അമർഷിതഃ അമർഷത്തോടുകൂടി ഭീമഃ ഭീമൻ തസ്യ അവന്റെ ശ്രേയാൻ പരമനന്മ വധഃ വധിക്കുന്നത് സ്മൃതഃ രേഖപ്പെടുത്തി ന ഇല്ല ഭർത്തൃ യജമാനന്റെ ന ഇല്ല ആത്മനഃ സ്വ ആത്മാവിന്റെ ച അർത്ഥേ ആർക്കു വേണ്ടി യഹ് ആര് അഹൻ വധിച്ചു സുത്താൻ നിദ്രയിലായ ശിശൂൻ ബാലന്മാരെ വൃഥ വെറുതെ. വർത്തനം ഭാവാർത്ഥം ഭക്തി വേദാന്ത സ്വാമിശ്രീ പ്രതിപാദിച്ചു. എങ്കിലും ഭീമൻ കോപാകുലനായി അവരോട് വിയോജിച്ചു. സ്വതാത്പര്യങ്ങൾക്കോ അവന്റെ യജമാനന്റെ ഇച്ഛാനുസൃതമോ അല്ലാതെ വൃഥാ നിദ്രയിലാണ്ടിരുന്ന ബാലന്മാരെ വധിച്ച ഈ അപരാധിയെ വധിക്കാൻ ഭീമൻ ശുപാർശ ചെയ്തു. അപ്പൊ ഭീമൻ മാത്രം അതിനെ എഗൻസ്റ്റ് ആയി, അല്ലെ? ഭീമൻ എന്താ പറയുന്നേ? ശരിക്കും പറഞ്ഞാൽ അശ്വത്ഥാമാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ദ്രൗപദിയുടെ മക്കളെ വധിച്ചിട്ട്? ഒരു ആവശ്യമില്ല, അല്ലെ? വെറുതെ വധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്കും അല്ല, യജമാനന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചും അല്ല. ദുര്യോധനനും എന്ത് ചെയ്തു? അത് നിരാകരിച്ചു, അല്ലെ? ഇത് തെറ്റായ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു ഒട്ടും സന്തോഷിച്ചില്ല അശ്വത്ഥാമാവിന്റെ പ്രവൃത്തി കൊണ്ട്. അപ്പൊ യജമാനന്റെ ഇച്ഛാനുസൃതമായിട്ടും അല്ല, അവനവന്റെ ബെറ്റർമെന്റിന് അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയും അല്ല അശ്വത്ഥാമാവ് ഇത് ചെയ്തത്. അങ്ങനെ വെറുതെ നിദ്രയിലാണ്ടിരുന്ന ബാലന്മാരെ വധിച്ച ഈ അപരാധിയെ വധിക്കാൻ ഭീമൻ ശുപാർശ ചെയ്തു. അവനെ വധിക്ക തന്നെ വേണം. ഒരു കാര്യമില്ലാണ്ടാണ് ആ 5 കുട്ടികളെയും അവൻ വധിച്ചത്. അതും നിഷ്ഠൂരമായി വധിച്ചത്. അത് തെറ്റാണ്. അവന് വധശിക്ഷ തന്നെ വേണമെന്ന് ഭീമസേനൻ പറയാണ്.
ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ച ആലോക്യവദനം സഖ്യുഃ രമാഃ ഹസന്നിവ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ച ചതുർഭുജഃ. നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ച ചതുർഭുജഃ. ആലോക്യവദനം സഖ്യുഃ രമാഃ ഹസന്നിവ. ആലോക്യവദനം സഖ്യുരിതമാഹ സന്നിവ. ഹരേ കൃഷ്ണ. നിശമ്യ ശപിച്ചയുടൻ ഭീമൻ ഗതിതം പറയപ്പെട്ടത് ദ്രൗപദ്യാഹ ദ്രൗപദിയുടെ ചതുർഭുജഃ ചതുർഭുജൻ പരമദിവ്യോത്തമ പുരുഷൻ. ആലോക്യ ദർശിക്കയാൽ വദനം സഖ്യുഹു ഭഗവാന്റെ മിത്രത്തിന്റെ ഇതം ഇപ്രകാരം ആഹ കഥിച്ചു ഹസൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇവ പോലെ. വർദ്ധനം ഭാവാർത്ഥം ഇസി ഭക്തി വേദാന്ത സ്വാമിശ്രീ പ്രഭുപാദ് കി ജയ്. ഭീമന്റെയും ദ്രൗപദിയുടെയും മറ്റുള്ളവരുടെയും വചനങ്ങൾ ശ്രവിച്ച ശേഷം ചതുർഭുജൻ അഥവാ ഭഗവാൻ തന്റെ മിത്രമായ അർജുനന്റെ മുഖത്ത് നോക്കുകയും പുഞ്ചിരി കൊണ്ടെന്ന പോലെ അരുളി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോ ആദ്യം ഭഗവാൻ തന്നെ പറഞ്ഞു, ഇവൻ വധാർഹനാണ്, ഇവൻ അത്രമാത്രം തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ഇവനെ വധിക്കണം അർജുന. ഈ ദ്രൗപദിക്ക് പ്രോമിസ് ചെയ്താണ് ഇവനെ വധിച്ച് ഞാൻ കൊണ്ടുവരുന്നുള്ളത്, അതുകൊണ്ട് ഇവൻ വധാർഹനാണ്, വധിക്കൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിടിച്ചു കെട്ടി ഒരു മൃഗത്തെ പോലെ ദ്രൗപദിയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോ ദ്രൗപദി പറഞ്ഞു, അവൻ ബ്രാഹ്മണനാണ്, ഗുരുപുത്രനാണ്, അല്ലെ, കൃപി, എന്നെ പോലെ വേദനിക്കാൻ ഇടവരുത്തരുത്, വലിയ കുടുംബാംഗങ്ങൾ അല്ലെ, നമ്മുടെ ഗുരുവാണ്, അദ്ദേഹത്തിനോട് നമുക്ക് കടപ്പാടുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമുക്ക് കടപ്പാടുണ്ട്, ഒരിക്കലും ചെയ്യരുതാത്തതാണ് നമ്മൾ ഈ തെറ്റ്. മാത്രമല്ല നമ്മൾ രാജാവിന്റെ കുടുംബമാണ് അല്ലെ, രാജാവിന്റെ കുടുംബം ബ്രാഹ്മണനോട് അപരാധം ചെയ്തു കഴിഞ്ഞാൽ അവര് നമ്മളോട് ഒരു എന്താണ് ശപിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും അല്ലെ. അതുകൊണ്ട് നമ്മുടെ കുലം മുഴുവൻ നശിക്കുകയാണ് ചെയ്യാൻ, നമുക്ക് മുഴുവൻ കാലവും സങ്കടപ്പെടേണ്ടി വരും എന്നൊക്കെ ദ്രൗപദി പറയണ്ടായി. അപ്പോ ദ്രൗപദിയുടെ പക്ഷത്ത് നിന്നും ആര്, യുധിഷ്ഠിരൻ, രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ. അപ്പൊ ആ പക്ഷത്തേക്ക് ആര് മാറി, കൃഷ്ണനും മാറി അല്ലെ. അപ്പൊ ഇപ്പൊ ഭീമസേനൻ പറയാണ്, വേണ്ട, അവൻ ഒരു കാര്യം ഇല്ലാണ്ടാണ് 5 മക്കളെ ക്രൂരമായിട്ട് വധിച്ചത്, അതുകൊണ്ട് അവൻ വധാർഹനാണെന്ന് ഭീമന്റെ അഭിപ്രായവും പറഞ്ഞു. അപ്പോ ഈ എല്ലാ അഭിപ്രായവും കേട്ടപ്പോ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു തൂക്കിക്കൊണ്ട് അർജുനന്റെ നേരെ നോക്കി അരുളി ചെയ്യാൻ ആരംഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥം ഈ ഭക്തി വേദാന്ത സ്വാമിശ്രീ പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാന് ഇരുഭുജങ്ങളാണുള്ളത്, എന്നാൽ അദ്ദേഹത്തെ ചതുർഭുജനായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രീധരസ്വാമി വിവരിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചതുർഭുജ എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചതുർഭുജ. ഭഗവാൻ 2 കൈകളോട് കൂടിയാണ് അല്ലെ അർജുനന്റെയും യുധിഷ്ഠിരന്റെ അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നത് 2 ഭുജങ്ങളുള്ള കൃഷ്ണൻ തന്നെയായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ചതുർഭുജ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രീധരസ്വാമി വിവരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അശ്വത്ഥാമാവിന്റെ വധത്തെ സംബന്ധിച്ച് ഭീമനും ദ്രൗപദിക്കും വിരുദ്ധ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഭീമൻ അവനെ തൽക്ഷണം വധിക്കണമെന്നും നേരെ മറിച്ച് ദ്രൗപദി അശ്വത്ഥാമാവിനെ സംരക്ഷിക്കണമെന്നും ആഗ്രഹിച്ചു. വധിക്കാൻ തയ്യാറായ ഭീമനെ തടയുന്ന ദ്രൗപദിയെയും നമുക്ക് വിഭാവന ചെയ്യാവുന്നതാണ്. ഇരുവരെയും തടയുന്നതിനായി ഭഗവാൻ മറ്റ് ഇരുഭുജങ്ങളെയും സ്ഫുടീകരിച്ചു. യഥാർത്ഥത്തിൽ ആദി ഭഗവാനായ ശ്രീകൃഷ്ണൻ ഇരുഭുജങ്ങൾ മാത്രമേ ദൃശ്യമാക്കുന്നുള്ളൂ, എന്നാൽ തന്റെ നാരായണന്റെ രൂപത്തിൽ അദ്ദേഹം ചതുർഭുജങ്ങളെയും ദൃശ്യമാക്കുന്നു. നാരായണ ഭാവത്തിൽ ഭഗവാൻ ഭഗവത് ഭക്തരോടൊപ്പം വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്നു. അതേസമയം ഭഗവാൻ തന്റെ യഥാർത്ഥ ശ്രീകൃഷ്ണ ഭാവത്തിൽ ആത്മീയ ആകാശത്തിൽ വൈകുണ്ഠ ലോകങ്ങൾക്കും ഉപരിയായ വിദൂരമായ കൃഷ്ണലോകത്തിൽ പരിലസിക്കുന്നു. ഇപ്പോ ഇവിടെ ചതുർഭുജ എന്ന് ഉപയോഗിച്ചത് അതുകൊണ്ടാണ്. ഒരു ദ്രൗപദി എന്ത് പറഞ്ഞു, അവനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭീമൻ വളരെ കോപത്തോടുകൂടി അവനെ ആ സ്പോട്ടിൽ വധിക്കാനുള്ള ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് തീരുമാനിച്ചപ്പോ രണ്ടുപേരെയും എന്താ പറയാ ഓരോ ഭാഗത്ത് ഇരുവരെയും തടയുന്നതിനായി ഭഗവാൻ മറ്റു 2 കരങ്ങൾ കൂടെ സ്ഫുടീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ 4 കൈകളോ കൊണ്ട് തടയുന്നത് പോലെയായി ഭഗവാൻ ചതുർഭുജ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് ശ്രീധരസ്വാമി പറയുന്നു എന്ന് ഫാദർ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോ ചതുർഭുജ രൂപത്തിലുള്ള ഭഗവാൻ നാരായണനാണ്. നാരായണൻ എവിടെയാണ്? വൈകുണ്ഠധാമത്തിലാണ് അല്ലെ. വൈകുണ്ഠധാമം എന്ന് പറയുന്നത് ആത്മീയ ധാമത്തിന്റെ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിന്റെയും താഴെ, എന്നാൽ നമ്മുടെ ഭൗതികമായ ലോകത്തിന്റെ മുകളിലായിട്ട് ആ ഒരു മിഡിൽ പോർഷനിലാണ്
നാരായണനുള്ളത്. നാരായണൻ ചതുർബാഹുവാണ്, അതുപോലെ ഐശ്വര്യമൂർത്തിയാണ്, ഐശ്വര്യ ഭാവത്തിലാണ് ഭഗവാൻ അവിടെ വിരാജിക്കുന്നത്. അപ്പൊ എല്ലാവരും ആ വൈകുണ്ഠധാമത്തിൽ എത്തുന്ന എല്ലാവർക്കും ചതുർഭുജമാണ് അല്ലെ, സാരൂപ്യമാണ് വരുന്നത്. അവിടെ എല്ലാവർക്കും ഭഗവാന്റെ പോലത്തെ കളറ്, ഭഗവാന്റെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും കാണാൻ. വ്യത്യാസം എന്തേ ഉണ്ടാവുള്ളൂ, ഭഗവാന്റെ മാറില് എന്തുണ്ട്, എന്താണ്, ശ്രീവത്സം. ഭഗവാന്റെ ശ്രീവത്സം ഉണ്ട്, ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിട്ടുള്ള ശ്രീവത്സം. അപ്പൊ അത് മറ്റാർക്കും ഉണ്ടാവില്ല, ഭഗവാന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ വ്യത്യാസം ഉണ്ടാവും, ബാക്കി എല്ലാം ഭഗവാനെ പോലെയാണ് എല്ലാവരും കാണാനാണ് പറയുന്നത് വൈകുണ്ഠധാമത്തിൽ. അപ്പൊ അവിടെയാണ് ഭഗവാൻ നാരായണമൂർത്തിയായിട്ട്, അതായത് ചതുർബാഹുവായിട്ട് ഇരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തില് ദ്വിഭുജനായിട്ടാണ് ഇരിക്കുന്നത്, 2 കൈകളോടുകൂടിയാണ് ഇരിക്കുന്നത്. ആകയാൽ ശ്രീകൃഷ്ണനെ ചതുർഭുജൻ എന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ആവശ്യമെങ്കിൽ 100 കണക്കിന് ഭുജങ്ങൾ ദൃശ്യമാക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന് കഴിയും, അർജുനനെ ദൃശ്യമാക്കിയ തന്റെ വിശ്വരൂപത്തിൽ പ്രദർശിപ്പിച്ചതുപോലെ. ആകയാൽ 100,000 കണക്കിന് ഭുജങ്ങൾ ദൃശ്യമാക്കുന്നവന് ആവശ്യമുള്ളപ്പോഴൊക്കെ ചതുർഭുജങ്ങളും ആവിഷ്കരിക്കാൻ കഴിയും. അപ്പൊ അവിടെ ശ്രീകൃഷ്ണനല്ല നാരായണനാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഭഗവാന് വേണ്ടി വന്ന ഇഷ്ടം പോലെ കൈകൾ പ്രദർശിപ്പിക്കാൻ പറ്റും അല്ലെ, ഭഗവാൻ അചിന്ത്യനാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചതുർഭുജൻ എന്ന് ഉപയോഗിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. അശ്വത്ഥാമാവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ അർജുനൻ ചിന്താകുഴപ്പത്തിലായപ്പോൾ അർജുനന്റെ ആത്മമിത്രം എന്ന നിലയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പരിഹാരം കാണുന്നതിനായി സ്വമേധയാ ആ പ്രശ്നത്തെ ഏറ്റെടുത്തു. അദ്ദേഹം പുഞ്ചിരി തൂക്കുകയും ചെയ്തു. അപ്പോ ആകെ കൺഫ്യൂഷൻ ആയി അർജുനൻ അല്ലെ, അതിനെ വധിക്കണോ വധിക്കണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഭീമസേനൻ പറയുന്നു വധിക്കണമെന്ന്, ഭഗവാൻ നേരത്തെ പറഞ്ഞു വധിക്കണമെന്ന്, ദ്രൗപദി പറഞ്ഞു വധിക്കേണ്ടെന്ന്, യുധിഷ്ഠിരൻ ദ്രൗപദിയോട് യോജിച്ച് പറഞ്ഞു വേണ്ട വധിക്കേണ്ട എന്ന്. അപ്പോ എന്ത് ശരിയായ ഒരു തീരുമാനം എടുക്കണം അല്ലെ, അതിനുവേണ്ടി ആകെ കൺഫ്യൂഷൻ ആയപ്പോ ഭഗവാൻ തന്നെ അതിന് പരിഹാരം കാണുന്നതിനായി ആ പ്രശ്നത്തെ ഏറ്റെടുത്തു. അതുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് എന്ന് ഇനി ഭഗവാൻ പറയുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അത് ഭഗവാൻ എന്താ പറയുന്നതെന്ന്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे। हरि हरि बोल, हरे कृष्णा, सर्वं श्री कृष्ण। हरे कृष्ण माता जी, हरे कृष्ण हरे कृष्ण माता जी।